വീൽസ് ഓൺ ഫയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു ലെജൻഡറി ബൈക്കാണ്. ലെജൻഡറി ബൈക്ക് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അൾട്രാ ലെജൻഡ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ഹീറോയുടെ സ്പ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ബൈക്കാണിത്. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എന്നാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഹീറോ സ്പ്ലെൻഡറാണ്. പുതിയ മോഡലിനെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് എന്നറിയപ്പെടുന്നു. അതിന് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴും ആ പഴയ ഒരു റെട്രോ ചാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹീറോ ഇപ്പോഴും ഈ വണ്ടി ഇറക്കുന്നത്. ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടതായി എന്നുള്ളതാണ്. അനീതിപ്രാവ് എന്ന് പറയുന്ന സിനിമ 90s കിഡ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമ കാണുന്ന സമയത്ത് ഒരു രാജമല്ലി വിടരുന്ന പോലെ ആ പാട്ടിനകത്ത് കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ ചാക്കോച്ചൻ ഓടിച്ചുകൊണ്ട് വരുന്ന ആ പൊളി ബൈക്ക്, ചുവന്ന ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക് കണ്ടിട്ട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു 90s കിഡ്സും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്ര സ്പെഷ്യലായിട്ടുള്ളൊരു ബൈക്കാണ് എനിക്കും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും. ഇതുവരെയായിട്ടും സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ബൈക്ക് ഒരുപാട് തവണ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ മോഡലിൻ്റെ റിവ്യൂ ആണിന്ന്. ഇതിന് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല. മാത്രമല്ല ഇത് വാങ്ങുന്ന ഒരാൾ ഒരുപാട് സ്പെസിഫിക്കേഷൻ നോക്കി വാങ്ങുന്ന ഒരാളും ആയിരിക്കില്ല. അന്നും ഇന്നും ഒരുപാട് ഫീച്ചേഴ്സ് കോമൺ ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. കാലത്തിന് അനുസൃതമായൊരു മാറ്റം അത്രയേ ഉള്ളൂ. ഫ്രണ്ടും റിയറും 130 mm ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ഒന്നും വരുന്നില്ല. ഒരു ചെറിയ 100 cc അടുപ്പിച്ച് വരുന്നൊരു എഞ്ചിനാണുള്ളത്. ഇത് ഒരു ഏകദേശം 6 bhp പവറും ഒരു 8 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പവർ ബേസ്ഡ് വണ്ടിയല്ല. ഇത് ഫ്യൂൽ എക്കോണമിക്കും ഈസി ടു മെയിൻറ്റെയിനും ഒക്കെ ആയിട്ടുള്ളൊരു ബൈക്കാണ്. നിങ്ങൾക്ക് ഒരുപാട് മെയിൻ്റെനൻസ് കോസ്റ്റ് ചിലവാക്കാനില്ല. നിങ്ങളൊരുപാട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആളാണ് സിറ്റിക്കകത്ത്. നിങ്ങൾക്ക് വളരെ റഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ വണ്ടി പ്രിഫർ ചെയ്യാം. അപ്പോൾ ഈ ബൈക്കിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്കാണ് വരുന്നത്. 130 mm ഡ്രമ്മാണ് വരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ വിസിബിളി കാണാൻ പറ്റുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. കളർ സ്കീം മാറിയിട്ടുണ്ട്, ഓൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. കിക്ക് സ്റ്റാർട്ടർ ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്, FI ആണ്, പ്രോഗ്രാംഡ് FI എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഹീറോ അവരുടെ i3s ടെക്നോളജീസ് കൊടുത്തിട്ടുണ്ട്. i3s എന്താണെന്ന് നമുക്ക് പറയാം. ഇനി ബേസിക്കായിട്ട് ഫ്രണ്ട് വളരെ ചെറിയ ഒട്ടും തിക്കല്ലാത്ത ഫോർക്കാണ് വരുന്നത്, പക്ഷേ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ബാക്കിൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്യുവൽ ഷോക്കേഴ്സാണ് വരുന്നത്. കുഴപ്പമില്ല, നടുവിന് ചെറിയ പിടുത്തം ഉണ്ടാകും ലോങ് ഡ്രൈവിലൊക്കെ, പക്ഷേ അല്ലെങ്കിൽ നോർമൽ ഡ്രൈവിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ സൈലൻസർ ഏകദേശം പഴയ പോലെ തന്നെയാണ്. എനിക്ക് ആ ക്രോം ഫിനിഷൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ കാറ്റലറ്റിക് കൺവെർട്ടർ വരുന്നുണ്ട്. ബ്രേക്ക് പെഡൽ നോക്കിക്കഴിഞ്ഞാൽ അല്പം പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു അല്പം പ്രീമിയം ആയിട്ട് തോന്നി. എൻജിനൊക്കെ ബ്ലാക്ക് ഡോട്ട് തീമാണ്. പണ്ട് കുറച്ചൊക്കെ സിൽവറിഷ് ഫിനിഷ് വരുമായിരുന്നു, ഇപ്പോൾ ബ്ലാക്ക് ഡോട്ട് തീമാണ്. പിന്നെ സീറ്റ് അത്യാവശ്യം ലോങ് ആണ്, കംഫർട്ടബിളാണ്. പുറകിൽ ഒരു ക്ലാസിക് അന്നും നിലനിൽക്കുന്ന പില്ലിയന് ഗ്രാബ് റെയിലായിട്ടും സാധനങ്ങൾ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു റിയർ റാക്കും കൊടുത്തിട്ടുണ്ട് ഹീറോ. ഇതിൽ LED എലമെൻറ്റ്സ് ഒരിടത്തും വരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഹാലജൻ ഹെഡ്ലൈറ്റാണ്. സ്വിച്ച് ഗിയർ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇതിലിപ്പോൾ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ i3s സ്വിച്ച് വരുന്നുണ്ട്. i3s വേണമെങ്കിൽ ഒന്ന് ഓണാക്കാം, ഇല്ലെങ്കിൽ ഓഫ് ആക്കാം. ക്ലാസിക് ആയിട്ടുള്ള ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള തന്നെ ക്ലസ്റ്റർ നിലനിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റി വരാം. ഹെഡ്ലൈറ്റ് ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഹെഡ്ലൈറ്റാണ്. പഴയ ആ ഒരു റെട്രോ ചാം നിലനിർത്തിക്കൊണ്ടുള്ള ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ടയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 18-inch ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. 80/100 സെഷനാണ് ടയർ വരുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ്. കുഴപ്പമില്ല. അപ്പം കോർണറിങ് ഒന്നും ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഒന്ന് കയറിയിട്ട് നോക്കാം. ഇരിക്കുമ്പോഴത്തേക്കും ഒട്ടും സീറ്റായിട്ടില്ലാത്ത, വളരെ സീറ്റായിട്ട് കുറഞ്ഞൊരു വണ്ടിയാണ്. ഒരു
90 അടുപ്പിച്ച് സീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. എനിക്ക് 2 കാലം ഭയങ്കര സുഖമായിട്ട് കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഹാൻഡിൽ വളരെ അപ്രൈറ്റായിട്ടാണ് ഇരിക്കാൻ പറ്റുന്നത്. വളരെ അടുപ്പിച്ചാണ് ഹാൻഡിൽ ബാർ വരുന്നത്. എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ടാഞ്ഞിരിക്കാൻ പറ്റും. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ടേൺ സിഗ്നൽസ് വരുന്നുണ്ട്, പിന്നെ ടെൽറ്റേ ലൈറ്റ്സ് വരുന്നുണ്ട്, I3Sൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഓണാണ്, ഓഫാണ്, അപ്പോൾ അത് വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ എൻജിൻ വാർണിംഗ് വരുന്നുണ്ട്, പിന്നെ ഡിം ബ്രൈറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്യൂൽ ലെവൽ പഴയ അനലോഗ് തന്നെയാണ്, സ്പീഡോ പഴയ പോലെ തന്നെയാണ്. ഓഡോമീറ്റർ വരുന്നുണ്ട്, വേറൊന്നും ഇതിനെ ഫാൻസി ആയിട്ടൊന്നും വരുന്നില്ല. പഴയ മിററൊക്കെ തന്നെയാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന മിററാണ്. ഹാൻഡിൽ ബാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടാങ്ക് വരുന്നുണ്ട്. ടാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ടാങ്ക് റേഞ്ച് പറയണം. ഇത് ഒരു തവണ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സുഖമായിട്ട് വണ്ടി ഓടിക്കാം. അത്രത്തോളം ടാങ്ക് റേഞ്ച് വരുന്നൊരു വണ്ടിയാണ്, നല്ല മൈലേജ് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് മൈലേജിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു പരാതിയും ഈ വണ്ടിയിൽ പറയാൻ പറ്റില്ല. ഒരു 70 പുറത്ത് മൈലേജ് കിട്ടുന്നവരും പലരും പറയാറുണ്ട്. നിങ്ങൾ ഓടിക്കുന്നത് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഓണർ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്, വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ, നല്ലൊരു ഫീച്ചറാണ്, നിങ്ങൾ താല്പര്യം വയ്ക്കാം. പിന്നെ എൻജിൻ ഗാർഡ് വരുന്നുണ്ട്. സീറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കംഫർട്ടബിളാണ്, കുഷൻഡാണ്, ബാക്ക് പെയിൻ ഒന്നും വരുന്നില്ല. എനിക്കിപ്പോൾ ഒരു മോശറോടെ ഓടിച്ച് വന്നതിൻ്റെ ബാക്ക് പെയിൻ ഉണ്ടെന്നുള്ളത്, ഈ വണ്ടി ഇരുന്നെന്നും പറഞ്ഞ് ബാക്ക് പെയിൻ ഒന്നും വരുന്നില്ല. ഓടിച്ച് പോകുമ്പോഴത്തേക്കും അതിൻ്റേതായ കാര്യങ്ങൾ അറിയാം. അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഗാർഡ് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സൊന്നുമില്ല. ഇത് എത്ര ഹെവി ആയിട്ടുള്ള ആളെയും വെച്ചിട്ട് സുഖമായിട്ട് പോവും. ട്രിപ്പിൾസൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഇതിൽ. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ട്രിപ്പിൾസും 4 ഒക്കെ ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട്. അതിങ്ങനെ പോകാൻ പാടില്ല. ഇപ്പം കൃത്യമായിട്ട് നമ്മൾ പോകുന്നില്ലെന്ന് ഉറപ്പ് വരുന്നുണ്ട്. അന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ പോയതാണ്. പിന്നെ ഇതിൽ സൈഡ് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ, പുറകിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. പുറകിൽ സൈഡ് റിഫ്ലക്ടർ ഇല്ല. പിന്നെ ഒരു ഹുക്ക് വരുന്നുണ്ട് സാധനങ്ങൾ തൂക്കേണ്ട വേണ്ടി. വളരെ യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതാണല്ലേ, ഇതിൻ്റെ ഫുഡ് പാക്ക് നോക്കിയാൽ പോലും അറിയാം, വളരെ ഒരു ഹാർഷ് യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വണ്ടി പോലെ തോന്നും. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, കവേർഡ് ആയിട്ടുള്ള ചെയിനാണ്. അപ്പോൾ ചെയിൻ മെയിൻ്റനൻസ് ഒക്കെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി ഓപ്പൺ ചെയിൻ സിസ്റ്റത്തെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ചെയിൻ മെയിൻ്റനൻസ് കുറവായിരിക്കും. വലിയ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയല്ല, വളരെ ബേസിക് ഫീച്ചേഴ്സോടുകൂടി വരുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് വളരെ യൂട്ടിലിറ്റേറിയൻ ആണ്. ഇത് ആർക്ക് പ്രിഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും കൊണ്ട് പ്രിഫർ ചെയ്യാം. ഒരു സെക്കൻഡ് ബൈക്കായിട്ട് കൊണ്ട് നടക്കാം, ഒരു ഫസ്റ്റ് ബൈക്കായിട്ട്, ഉറപ്പായും ഫസ്റ്റ് ബൈക്കായിട്ട് കൊണ്ട് നടക്കാം. പലരും വണ്ടി ഓടിക്കാൻ പഠിച്ചത് തന്നെ നമ്മുടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിലായിരിക്കണം. ഇപ്പോൾ ഹീറോ സ്പ്ലെൻഡർ ആണെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ I3Sൻ്റെ കാര്യം, I3S എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ട്രാഫിക്കിൽ എൻജിൻ ഫ്യൂവൽ ഒരുപാട് കൺസംഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലച്ച് പതിയെ വിട്ട് കഴിഞ്ഞാൽ എൻജിൻ ഐഡിലായിരിക്കും. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ക്ലച്ച് പിടിച്ച് വിടുമ്പോഴത്തേക്കും വണ്ടി ആക്റ്റീവ് ആകും, ഓണാകും. അപ്പോൾ ഫ്യൂവൽ ഒരുപാട് ലാഭിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും ഓഫ് ഓണാക്കി കളിക്കേണ്ട, അല്ലെങ്കിൽ ക്ലച്ചിൽ നിർത്തി ക്ലച്ച് താങ്ങി ഓടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കളർ സ്കീം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ പഴയ കളർ സ്കീം തന്നെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. എനിക്ക് ചുവന്ന കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ഒരു ക്ലാസിക് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനി ഇതിലെന്തെങ്കിലും പുതിയതായിട്ട് കാണുമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഫ്രണ്ട് ഡിസ്ക്, ഒരു ചെറിയ ഡിസ്ക് കൊടുക്കാമായിരുന്നു. ഫ്രണ്ട് നല്ലൊരു ഡിസ്ക് കൊടുക്കാമായിരുന്നു. നല്ലതൊന്നും വേണ്ട, ഒരു ബേസിക് ഡിസ്ക് കൊടുക്കാമായിരുന്നു. പലരും ഇപ്പോൾ എനിക്കൊരുപാട് ബഹുമാനമുള്ള ഒരുപാട് ഇൻസ്റ്റാഗ്രാമേഴ്സ് ഉണ്ട്. അവർ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് മോഡിഫൈ ചെയ്തിട്ട്, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയുടെ മോഡിഫിക്കേഷൻ ഒന്നും അല്ല, ബെല്ലി പാൻ കൊടുക്കുക, പെയിൻറ്റ് സ്കീം മാറ്റുക, നല്ല ക്യാരിയർ വയ്ക്കുക, ഫ്രണ്ട് ഡിസ്ക് വയ്ക്കുക, അങ്ങനെയൊക്കെ വെച്ച് വളരെ മനോഹരമായി കൊണ്ടുനടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോഴേക്കും എനിക്ക് വളരെ ബഹുമാനം തോന്നാറുണ്ട്, വളരെ ഇഷ്ടം തോന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണിത്. ഉറപ്പായും 90s കിഡ്സിന് ഉറപ്പായും ഇഷ്ടമുള്ള വണ്ടിയായിരിക്കും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ വണ്ടിയോടുള്ള പ്രിയം എത്രയാണെന്ന് എനിക്കറിയില്ല. ഇത് വാങ്ങിയ ആളിന് വളരെ പ്രിയപ്പെട്ട വണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിട്ടും ഈ വണ്ടി വാങ്ങിയത്. ഏതായാലും നമുക്ക് വണ്ടി ചെറുതായിട്ട് ഓടിച്ചുകൊണ്ട് ഇനി സംസാരിക്കാം. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഒന്നും കൂടി ഏകദേശം ഈ പുതിയ ബൈക്ക് ഞാൻ ഒരുപാട് ദൂരം ഓടിച്ചില്ല. ആദ്യം പറയുന്നത് ആഴ്ചയിൽ ചെയ്യുന്നത് പോലെ ഭയങ്കര ലോങ് ഓടിച്ച് റിവ്യൂ ചെയ്യാനൊന്നും ഉള്ള പ്രൊഫഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഓടിച്ചിട്ടില്ല. ഇത് പഴയ ബൈക്ക് ഓടിച്ചിട്ട് പുതിയ ബൈക്ക് ഓടിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ, ഒരു റൈഡ് ഫീൽ കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ബാൻഡ് ഇപ്പോൾ കുറച്ച് കൂടിയൊക്കെ വലുതാക്കിയ പോലെ തോന്നുന്നു. അത്യാവശ്യം കുറച്ചുകൂടിയൊക്കെ റവ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഭയങ്കര സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര സ്മൂത്താണ്.
ഞാനിപ്പോൾ 40 പോകുന്നത്. എനിക്ക് വളരെ ഒരു എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡായിട്ട് തോന്നി ഇതിൽ. ഈ ബൈക്കിൻ്റെ സിറ്റിംഗ് തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിറ്റിംഗ് തന്നെ വളരെ കംഫർട്ടബിളാണ്, അപ്രൈറ്റാണ്. ഞാൻ വളരെ നിവർന്നാണ് ഇരിക്കുന്നത്. നല്ല റോഡ് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. എനിക്ക് മോശം റോഡ് ഓടിച്ചിട്ടും വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ ഇതിന് 4 ഗിയറാണ് വരുന്നത്. 4 ഗിയർ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ 5 ഗിയറിലെ വണ്ടി 6 ഗിയറിലെ വണ്ടി ഓടി ശീലിച്ച ആളുകളോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 5ാമത്തെ ഗിയറൊക്കെ തപ്പുന്നുണ്ട്. കാര്യം ഇതിപ്പോൾ കുറച്ച് ടോളായിട്ടുള്ള ഗിയറിംഗ് ആണ്. കുറച്ചുകൂടി ഗിയറിംഗ് ടോളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് പഴയ പോലെ വൈബ്രേഷൻസ് ഇല്ല. പഴയ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരു ഫീൽ ചെയ്യുന്നില്ല എനിക്ക് വൈബ്രേഷൻ. ലോവർ റെവ്സിൽ കുറച്ചൊന്ന് ലോവറായിട്ട് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ടാങ്കിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. വളരെ ചെറുതായിട്ട്, അതും വളരെ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അല്പം റോഡിൽ കൊടുത്തു കഴിഞ്ഞാലും കണ്ടോ, ഞാൻ 5th ഗിയർ അന്വേഷിച്ചു ഇതിനകത്ത്. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഗിയറിങ് വന്നിരിക്കുന്നത്. ഇത് അത്യാവശ്യം കയറി പോകുന്നുണ്ട്. ഇത് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് റെവ് ഹാപ്പിയായി മാറിയൊരു എഞ്ചിനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഹീറോ ഉറപ്പായി ഇതിലൊരു 5th ഗിയർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ പൊളിക്കും. കാര്യം ഇതിൻ്റെ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിന, CT100 അതുപോലുള്ള CD 110 പോലുള്ള വണ്ടികളാണ് ഇതിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അപ്പോൾ ആ വണ്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപേക്ഷിച്ച് വേറൊരു തലത്തിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇപ്പോൾ ബജാജിൻ്റെ വണ്ടി നിങ്ങൾ ഭയങ്കര മൈലേജ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ബജാജിൻ്റെ വണ്ടി പ്രിഫർ ചെയ്യുമായിരിക്കും. ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 80 കിലോമീറ്റർ ആ റേഞ്ചിൽ. ഈ വണ്ടി വരുമ്പോഴത്തേക്കും ഇതിന് റിലയബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ വരുന്നുണ്ട്. ബജാജിന് ഇല്ലാത്തൊരു ഫാക്ടറാണ് റിലയബിലിറ്റി. അത് ഈ വണ്ടിക്ക് ഉറപ്പായും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹീറോയുടെ റിലയബിലിറ്റി എന്ന് പറയുന്നതും സർവീസ് നെറ്റ്വർക്കും പ്രോപ്പറാണ്. അവരുടെ സർവീസ് കോസ്റ്റ് ഭയങ്കര ചീപ്പാണ്. ഇപ്പോൾ ഇത് ചെറിയൊരു ബമ്പാണ്. ഇതിൽ കാര്യമായിട്ട് എനിക്ക് ബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പിലിയനെയും വെച്ചുകൊണ്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഒരു ബാക്കിൽ വെയിറ്റോട് കൂടി വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും എങ്ങനെയെന്ന് തോന്നും. പക്ഷേ ഇവിടെ ഈ ആൾക്കാർ എന്താ ചെയ്യുന്നത്, റോങ് കയറി വരുന്നതും പോരാ. ഇവിടെ ആൾക്കാർ റോങ് കയറി വരുന്ന സ്ഥലമാണ്. അവർ റോങ് കയറുന്ന സ്ഥലത്ത് നമുക്ക് റോങ് പോകണം. അപ്പോൾ ഏതായാലും ഈ വണ്ടിയിൽ പിലിയനെ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഇത് വാങ്ങുന്ന ആൾ ഉറപ്പായും ബാക്കിൽ വെയിറ്റ് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അത്രയും വെയിറ്റ് ക്യാരി ചെയ്യാന്നൊക്കെയുള്ള ഉദ്ദേശം ഉണ്ടാവും. വളരെ ബേസിക് ആയിട്ടുള്ള നീഡുള്ള ആൾക്കാർക്കും ഈ വണ്ടി എടുക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരക്കാർക്കും ഈ വണ്ടിയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഇതിൻ്റെ പിലിയൻ കംഫർട്ട് അങ്ങനെയുണ്ടെന്ന് ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും, നമുക്ക് ഇവിടുന്ന് കുറച്ച് അപ്പുറത്തുനിന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എങ്ങനെ ഉണ്ടാകുമെന്ന്. ഞാൻ പുറകിലിരുന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉറപ്പായും പറയും. ഇനി ഈ വണ്ടി ലോങ് ഒക്കെ കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും. കാര്യം സാധാരണക്കാരൊക്കെ ഒരു വണ്ടി അവർക്ക് 2 വണ്ടിയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാകും. എനിക്കിപ്പോൾ ഈ വണ്ടി ഓടിച്ച് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് എന്ന് എനിക്കിപ്പോൾ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഹൈവേയിലാണ് ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹൈവേയിൽ ഇതിന് വളരെ അത്യാവശ്യം ഒരു 40-50 എന്ന് പറയുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി ഓടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഏതായാലും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനിപ്പോൾ ഒരു ടോപ്പ് എൻഡൊന്നും നോക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പീഡ് ഒരു 45 ആണ്. ഒപ്പം നല്ല മൈലേജ് തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഗ്രീൻ ഇൻഡിക്കേറ്റഡ് ആണ്. മൈലേജ് തരുന്ന സ്പീഡും അത് തന്നെയാണ്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി ഇതിൻ്റെ മിറേഴ്സിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിളാണ് മിറേഴ്സൊക്കെ. എനിക്ക് ബാക്ക് വിസിബിലിറ്റി ബ്ലൈൻഡ് സ്പോട്ടൊന്നും വലുതായിട്ട് ഇല്ല. എൻ്റെ ഷോൾഡർ കാണുന്ന ലെവലിലൊന്നും ഇല്ല. കാര്യം ബൈക്കിൻ്റെ ഹൈറ്റ് കുറച്ച് കുറവാണ്. ഇത്രയും ദൂരമായിട്ടും എനിക്ക് വലിയ നെഗറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഓടിച്ചിട്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സീരീസിലെ വണ്ടികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു പ്രീമിയംനെസ്സിന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലാറ്റിന ഓടിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു പ്രീമിയംനെസ്സിന് തോന്നിക്കുന്നുണ്ട്. പ്ലാറ്റിനയ്ക്കാണെങ്കിൽ ഒരു 5th ഗിയർ കൂടി കൊടുത്തിട്ടുണ്ട്, ഹൈ H ഗിയർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലൊരു 5th ഗിയർ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ക്ലീനായിട്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടെന്ന് യൂട്ടേൺ എടുക്കാൻ പറ്റില്ല. യൂട്ടേൺ എടുക്കാൻ പറ്റുന്ന ഇത് പുതിയ ടോൾ പ്ലാസ വരികയാണല്ലോ. നമ്മളെ പിഴിയാനുള്ള പുതിയ ഉദ്ദേശമാണ്. അപ്പോൾ പിലിയൻ എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഫുഡ് റെസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഫുഡ് റെസ്റ്റ് അത്യാവശ്യം വൈഡാണ്. എനിക്ക് കാല് നന്നായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാബ് റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്
കുറച്ച് പുറകിലായിട്ടാണ് നമ്മൾ പുറകിൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ഗ്രാബ് റൈഡിൽ പിടിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കില്ല. കാരണം അത്യാവശ്യം നീളമുള്ള സീറ്റാണ്. എനിക്കും പിലിയനും റൈഡറിനും അത്യാവശ്യം സ്പേസ് തരുന്നൊരു വണ്ടിയാണ്. ഒട്ടും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കുഷനിങ് ഇപ്പോൾ അത്യാവശ്യം കൊള്ളാം. ഇതിൻ്റെ സസ്പെൻഷൻ അത്യാവശ്യം കൊള്ളാം, ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇടിയൊന്നും ബാക്കിൽ എനിക്ക് അധികം കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്. എനിക്ക് ഈ പറയുന്ന ചെറിയ ബമ്പുകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എന്തുകൊണ്ട് ടേണിംഗ് റേഡിയസ് നിങ്ങൾ കണ്ടാണല്ലോ. ടേണിംഗ് റേഡിയസ് ഒക്കെ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഉള്ള വണ്ടിയാണ്. ഞാൻ ടേണിംഗ് റേഡിയസ് ടെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതായാലും ഇതിൻ്റെ പിലിയൻ ടെസ്റ്റ് എന്തിന് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായി വണ്ടി എടുക്കുന്ന ആൾക്കാരിൽ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലോ ഭാര്യയോ അമ്മയോ ഗേൾ ഫ്രണ്ടിനെയോ ഒക്കെ ഇരുത്തി പോകാൻ വേണ്ടിയിട്ടൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പറ്റുമെന്നും കൂടി നോക്കണമല്ലോ. ഉറപ്പായും സൈഡ് തിരിഞ്ഞാണെങ്കിലും ശരി, നിങ്ങളുടെ നോർമൽ സിറ്റിംഗ് പൊസിഷനിലാണെങ്കിലും ശരി, ഇരിക്കാൻ പറ്റിയൊരു വണ്ടിയാണിത്. അത്യാവശ്യം ഒരു പിലിയനെയും വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടി പോകുന്നുണ്ട്. വളരെ കംഫർട്ടബിളാണ്. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ലോങ് ഒക്കെ പോവുകയും ചെയ്യാം. ഒരു 10-250 കിലോമീറ്റർ ലോങ് ട്രിപ്പ് ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി വരെയൊക്കെ ആണെങ്കിൽ ഇതിൽ പോയെന്നും പറഞ്ഞ് ഫറ്റീഗ് ഒന്നും തോന്നാൻ പോകുന്നില്ല. വളരെ നോർമലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി വരാൻ പറ്റും. ഈ ഒരു വാഹനം നിങ്ങൾ ആര് വാങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഓടിച്ച് പഠിച്ചു തുടങ്ങുന്ന ആൾ, സ്കൂട്ടർ വേണോ ബൈക്ക് വേണോ എന്ന് തീരുമാനിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉറപ്പായും നിങ്ങൾ സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ സ്കൂട്ടറിൻ്റെതായ ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ ബൈക്ക് എടുക്കുന്നതിന് ബൈക്കിൻ്റെതായ കുറേ ഗുണങ്ങളുണ്ട്. കുറച്ച് കൂടുതലൊക്കെ മൊബിലിറ്റി ബൈക്കിനുണ്ട്, കുറച്ച് കൂടുതലൊക്കെ മൈലേജും ബൈക്കിന് കിട്ടും. അത്തരത്തിലുള്ളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യാം. വാഹനം ഓടിച്ച് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് സ്പ്ലെൻഡർ പ്രിഫർ ചെയ്യാം. വളരെ സ്മൂത്താണ്. ഇതിനൊരു ഒട്ടും ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള പവറൊന്നുമില്ല. വളരെ പവർ കുറഞ്ഞൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം പവർ ഡെലിവറി ചെയ്യുന്നൊരു വണ്ടിയായിട്ട് തോന്നും. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് വളരെ ഗ്രാജുവലായിട്ട് മാത്രമേ ഇതിന് പവറുള്ളൂ. ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ബ്രേക്കിംഗ് ഒക്കെ അഡിക്വേറ്റ് ആണ്. ഞാൻ വിചാരിച്ചത് ഡ്രം ബ്രേക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് മോശമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത്ര മോശമൊന്നുമല്ല. കാര്യമായിട്ട് ബ്രേക്കിംഗ് ഉണ്ട്. എന്നാൽ കുറച്ച് സ്പോഞ്ചാണ്. ഡ്രം ബ്രേക്കിൻ്റേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എൻജിൻ ബ്രേക്കിംഗ് കൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വലിയ ബമ്പിൽ കയറിയിട്ട് ഇതിൻ്റെ അടിഭാഗം തട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഫീൽ ഗുഡ് വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പഴയതിനെ അപേക്ഷിച്ച് വൈബ്രേഷൻസ് ഒക്കെ കുറഞ്ഞിട്ട് കുറച്ചുകൂടിയൊക്കെ നല്ല റിഫൈൻമെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ക്രിസ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എൻജിൻ ഫ്യൂൽ പോകുന്നുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാവും. അത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഗുണം ചെയ്യും. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓടിച്ച് തുടങ്ങുന്ന ആളിനാണെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യും. രണ്ട്, മൈലേജ് ബെറ്റർ ആയിരിക്കും. ഈ വണ്ടി എടുത്ത് പൊളിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയല്ല, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചെടുക്കരുത്. നിങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു നന്നായിട്ട് ത്രോട്ടിൽ കൊടുത്ത് വണ്ടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു വണ്ടിയല്ല. നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുന്ന വണ്ടിയുമല്ല. 4 ഗിയറേ വരുന്നുള്ളൂ. ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊളിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഇതിൻ്റെ മാക്സിമം കംഫർട്ടബിൾ സ്പീഡ് ഒരു 60 ആണ്. അതിനപ്പുറത്തോട്ട് ഓടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ IBS എന്ന് പറഞ്ഞിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ടെങ്കിൽ പോലും ബ്രേക്കിംഗ് ഡ്രം ബ്രേക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സ്കിഡ് ആവാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. എക്സ്പീരിയൻസ് റൈഡേഴ്സ് ആണെങ്കിൽ പോലും ഈ ബൈക്കിൽ നിന്ന് സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പഴയ വെർഷനിൽ സ്കിഡായിട്ട് ഞാൻ വീണിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വേണമെങ്കിൽ പറയാം. പിന്നെ ഹൈവേയിൽ ഇപ്പോൾ ക്രോസ് വിൻസ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്രോസ് വിൻസ് ഉണ്ടെങ്കിലും വണ്ടിയിലത് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വണ്ടി മെലിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീൽ ഇതിന് കിട്ടുന്നുണ്ട്. അത് ഉറപ്പാണ്. ഇപ്പോൾ വണ്ടി പോകുന്നത് ഏകദേശം ഒരു 50-60 സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പീഡും വളരെ സ്റ്റേബിളായിട്ട്, ഹൈവേയിൽ സ്റ്റേബിളായിട്ട് തോന്നുന്നുണ്ട്. എൻജിൻ്റെ ഭാഗത്ത് നിന്ന് സ്ട്രെസ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ ചെറിയ വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷേ എൻജിൻ സ്ട്രെസ്ഡ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഏതായാലും ഈ ബൈക്കിൻ്റെ റിവ്യൂ ഇത്രയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു പുതിയ എക്സ്പീരിയൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിലിയനായിട്ട് കൂടി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പിലിയനായിട്ടും എനിക്ക് ഈ വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ഇത് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും വാങ്ങാം. ഇനി ഏതായാലും തുടർന്നും വീഡിയോകൾ ഉണ്ടാവും. നിങ്ങൾക്ക് പുതിയ ബൈക്കുകൾ പരിചയപ്പെടണം, പുതിയ ബൈക്കുകൾ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊരു വലിയ സഹായമായിരിക്കും. വിൽസ് ഓൺ ഫയറിൻ്റെ യാത്രയിലൊരു സഹയാത്രികരായി കൂടെ ഉണ്ടാവുക.